എക്സാമിനുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ രണ്ട് ഗ്രാഫ് എ ആൻഡ് ബി ആണ് തന്നിരിക്കുന്നത്. ഇത് നോക്കിയിട്ട് ഇത്രയും ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസർ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ദ ലോ വിച്ച് റിലേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നാണ് ചോദിച്ചത് അല്ലേ. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് ഹുക്സ് ലോ ആണ്. സോ ഹുക്സ് ലോ ആണ് നമ്മളോട് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞത്. എന്താണ് മക്കളെ ഹുക്സ് ലോ എന്ന് പറയുന്നത്? സ്ട്രെസ് അല്ലേ, ഫോർ സ്മോൾ ഡിഫോർമേഷൻ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്റെ കുട്ടികൾ അവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽ ഹാസ് ഗ്രേറ്റർ യങ്സ് മോഡുലസ്. നമുക്കറിയാം ഒരു ഗ്രാഫ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നതാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് എക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്കാണ് കൂടുതൽ യങ്സ് മോഡുലസ് ഉള്ളത് എന്ന് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ടു മെറ്റീരിയൽ ഈസ് മോർ ഡക്ടൈൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഡക്ടൈൽ അഥവാ വലിച്ചു നീട്ടാൻ പറ്റുന്നത് എങ്ങനെയാണ് അല്ലെ, നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഡക്ടൈൽ കണ്ടുപിടിക്കാം? ഡി ആൻഡ് ഇ അല്ലെ, ഫ്രാക്ചർ പോയിന്റും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്തും ഫാർ അപ്പാർട്ട് ആണെങ്കിൽ നമ്മൾ അത് ഡക്ടൈൽ എന്ന് പറയും. സോ ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇവിടെ കൂടുതലുണ്ട്, ഇവിടെ പെട്ടെന്ന് പൊട്ടി. സോ നമുക്ക് ഡക്ടൈൽ ആയിട്ടുള്ള ആളും ആരാണെന്ന് പറയാം, എ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും.